അവിടെ കറ അവിടെ പോരാ. ബ്രോ ഫിക്സ് ചെയ്യാനുള്ള നമ്മളിന് എത്ര മതിയാ? ഇവിടെയാണ് സാധനം, അതുവഴി കൊണ്ടുവന്നാൽ മതി. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞില്ലേ?
ട്രൈ പോട്ടെ എന്നാ ഓക്കെ താങ്ക് യു. ഹായ് ഗൈസ്, ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ബട്ട് ഒരു സ്പോൺസേർഡ് ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ്. അവോസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ആയിട്ടോ വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞു. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഹോം സ്ക്രീൻ വരുന്നത്. നമുക്ക് വയർലെസ്ലി തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണുമായിട്ടാണ് ഈ കണക്ട് ചെയ്തേക്കുന്നത്. ഇനിഷ്യലി ചെറിയ ലാഗൊക്കെ ഉണ്ട് കണക്റ്റായി വരുന്ന സമയത്ത്, പിന്നീട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ റിവേഴ്സും ഫ്രണ്ട് ക്യാമറാസൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. പിന്നെ ടച്ചും അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, നോട്ട് ബാഡ്. പിന്നെ നമുക്ക് SD കാർഡ് ഇടുവാണെങ്കിൽ ഡാഷ് ക്യാം ഫുട്ടേജൊക്കെ സേവ് ചെയ്യാം, മൊബൈലിലോട്ടൊക്കെ ആക്കാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹോം സ്ക്രീൻ. നമുക്ക് ഡിഫറെൻറ്റ് സെറ്റിങ്സ് കാര്യങ്ങൾ, അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിത് ചെയ്യാം. അതുപോലെ ബാക്കി ഇതിൻ്റെ ഡിഫറെൻറ്റ് തീംസ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, മാറ്റാൻ ഒക്കെ ഉപയോഗിക്കാം. സോ ഞാൻ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യണം, എബവ് 1 വീക്കായി. അപ്പം കാര്യമായിട്ടുള്ള ഒരു മോശം ഫീഡ്ബാക്ക് ഒന്നും തോന്നിയിട്ടില്ല. ആകെ ഇച്ചിരി ഇനീഷ്യൽ ഒരു ലാഗ് ഉണ്ട്. നമ്മൾ വയർലെസ്ലി ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റായി വരുന്ന സമയത്ത് ചെറിയൊരു ലാഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൺ ദ ഗോ അത് ഓക്കെ ആവും. പിന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് എൻഗേജ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ക്യാമറ ഇമേജ് ഫ്ലിപ്പായിട്ടായിരുന്നു വരുന്നത്. അങ്ങനെ സെറ്റിങ്സ് മാറി കിടക്കുമായിരുന്നു. സോ ഞാൻ മെയിലിലൊക്കെ അവർ റിപ്ലൈ തരുകയും അത് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. സോ ഇപ്പം നോക്കുവാണെങ്കിൽ ക്യാമറ, റിവേഴ്സ് ക്യാമറ ഒക്കെ പ്രോപ്പറായിട്ടാണ് വരുന്നത്. സോ ഇന്നിപ്പോൾ അറൗണ്ട് 9th ജൂലൈ ആയി. സോ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് നമ്മുടെ ഒരു വ്യൂ ഇച്ചിരി വിൻഷീൽഡ് തടസ്സപ്പെടുത്തുന്നുണ്ടെന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വിൻഷീൽഡിൻ്റെ അകത്ത് ഒരു തടസ്സം വരുന്നുണ്ട്. കുറച്ചുകൂടെ താത്ത് വെക്കാവുന്ന ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു സ്റ്റാൻഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്തെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ പ്രൈസിങ്ങിൻ്റെ ഷിപ്പിങ്ങിൻ്റെ കാര്യം പറയാം. ഷിപ്പിംഗ് അറൗണ്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ സാധനം കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് അവിടെ നിന്നാണ് വരുന്നത്. സോ അതിൻ്റെ കാര്യമായിട്ട് നമുക്ക് ആധാർ കാർഡ് ഒരു മെയിലിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ID ആരുടെ നമ്മുടെ റിസീവറിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രൈസിങ് ആയിട്ട് വരുന്നത് അറൗണ്ട് $198 ആണ്. സോ ഇപ്പോഴത്തെ കൺവേർഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ 16,500 rupees, 16,500 രൂപ വരും. സോ പിന്നെ ഇവരൊരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവർ റെവ് ലിമിറ്റ്സ് എന്നുള്ളൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 3,000 rupees ഡിസ്കൗണ്ട് കിട്ടും. 3,000 രൂപ ഡിസ്കൗണ്ടിൽ നമുക്ക് ഫൈനൽ പ്രൈസ് വരുന്നത് 13,500 ആണ്. സോ 13,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മേടിക്കാം. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ട്രൈ, ചെക്ക് ഔട്ട്. That's it. Thank you.